നമസ്കാരം. ഇലോവൻ ലേണിംഗിന്റെ പുതിയ കറന്റ് അഫയേഴ്സ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ കാണുന്നതിന് മുമ്പായി ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ വേഗം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ഐക്കണിലും ക്ലിക്ക് ചെയ്യുക. ഏത് ദിവസമാണ് ഗൂഡ്സ് ആൻഡ് സർവീസസ് ടാക്സ് GST ദിനമായി ആചരിക്കുന്നത്? ജൂലൈ 1. ഇന്ത്യയിൽ GST സംവിധാനം ആരംഭിച്ചത് 2017 ജൂലൈ 1 മുതൽക്കാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് GST ആരംഭിച്ചത്. എന്നാൽ GST എന്ന ആശയം ആദ്യമായി ഇന്ത്യയിൽ അവതരിപ്പിച്ചത് അടൽ ബിഹാരി വാജ്പേയി ആണ്. GST സംവിധാനം ആദ്യമായി ആരംഭിച്ച രാജ്യം ഫ്രാൻസ് ആണ്. ദേശീയ ഡോക്ടർ ദിനം ആചരിച്ചത് ഏത് ദിവസമാണ്? ജൂലൈ 1. പ്രശസ്ത ദിശഗ്വരനായിരുന്ന ഡോക്ടർ BC റോയിയുടെ ജന്മദിനവും ചരമദിനവുമായ ജൂലൈ 1 ദേശീയ ഡോക്ടർ ദിനമായി ആചരിക്കുന്നു. 1948 മുതൽ 1962 വരെ പശ്ചിമ ബംഗാളിന്റെ മുഖ്യമന്ത്രിയായിരുന്നു ഇദ്ദേഹം. 1961 ഭാരതരത്നം നേടി. ലെസൺ ദ മോർട്ടാലിറ്റി ഓഫ് COVID-19 എന്നതാണ് ദേശീയ ഡോക്ടർ ദിനത്തിന്റെ ആപ്തവാക്യം. രണ്ടാം ഘട്ട തുറക്കലിനുള്ള ഉത്തരവ് കേന്ദ്ര സർക്കാർ നൽകിയെങ്കിലും ഏത് തീയതി വരെയാണ് കണ്ടെയ്ൻമെന്റ് സോണുകളിൽ ലോക്ഡൌൺ നീണ്ടുനിൽക്കുക? ജൂലൈ 31 വരെ. കിൽ കൊറോണ ക്യാമ്പയിൻ ആരംഭിച്ച സംസ്ഥാനം? മധ്യപ്രദേശ്. ജോ ബൈഡന്റെ ഡിജിറ്റൽ ഉപദേശകയായി നിയമിതയായ ഇന്ത്യൻ വംശജ? മേധാ രാജ്. US-ൽ ഡെമോക്രാറ്റിക് പാർട്ടിയുടെ പ്രസിഡന്റ് സ്ഥാനാർത്ഥിയാണ് ജോ ബൈഡൻ. NSSന്റെ ജനറൽ സെക്രട്ടറിയായി 4ാം തവണയും തിരഞ്ഞെടുക്കപ്പെട്ടത് ആര്? G. സുകുമാരൻ നായർ. 2020 നാനാജി ദേശ്മുഖ് രാഷ്ട്രീയ ഗൗരവ് ഗ്രാം സഭ പുരസ്കാർ നേടിയ ഗ്രാമപഞ്ചായത്ത്? മറാഞ്ചേരി, മലപ്പുറം ജില്ല. 2020 ബഷീർ ബാല്യകാല സഖി പുരസ്കാരം ലഭിച്ചത് ആർക്ക്? പെരുമ്പടവം ശ്രീധരൻ. അടുത്തിടെ മനുഷ്യരിൽ പരീക്ഷിക്കുന്നതിന് അനുമതി നേടിയ ഇന്ത്യയുടെ ആദ്യത്തെ COVID-19 വാക്സിൻ? കോവാക്സിൻ. ഡ്രഗ് കൺട്രോളർ ജനറൽ ഓഫ് ഇന്ത്യ ആണ് ഹ്യൂമൻ ട്രയൽസിന് അനുമതി നൽകിയത്. ഡ്രഗ് കൺട്രോളർ ജനറൽ ഓഫ് ഇന്ത്യ VG സൊമാനിയ. ICMRന്റെയും NIVയുടെയും സഹകരണത്തോടെ ഭാരത് ബയോടെക് ആണ് കോവാക്സിൻ വികസിപ്പിച്ചത്. ഏത് സംസ്ഥാനമാണ് അടുത്തിടെ പ്രോജക്ട് പ്ലാറ്റിന ആരംഭിച്ചത്? മഹാരാഷ്ട്ര. ലോകത്തിലെ ഏറ്റവും വലിയ കോൺവാലസന്റ് പ്ലാസ്മ തെറാപ്പി പരീക്ഷണമാണ് ഇത്. ഏത് ബാങ്കാണ് ഫോൺപേയുമായി UPI മൾട്ടി ബാങ്ക് മോഡലിന് പാർട്ട്ണറായത്? ICICI ബാങ്ക്. യൂണിഫൈഡ് പേയ്മെന്റ്സ് ഇന്റർഫേസ് എന്നതാണ് UPIയുടെ പൂർണ്ണരൂപം. ഇന്ത്യൻ നേവിക്ക് വേണ്ടി DRDO അടുത്തിടെ കണ്ടെത്തിയ അഡ്വാൻസ്ഡ് ടോർപെഡോ ഡീകോയ് സിസ്റ്റമിന്റെ പേര്? മാരീച്ച്. നാഷണൽ സ്റ്റാറ്റിസ്റ്റിക് ഡേ എന്നാണ്? ജൂൺ 29. ഇന്ത്യൻ സ്ഥിതിവിവര ശാസ്ത്രത്തിന്റെ ശില്പി, ഇന്ത്യൻ ബഡ്ജറ്റിന്റെ പിതാവ് എന്നിങ്ങനെയെല്ലാം അറിയപ്പെടുന്ന PC മെഹലനോബിസിന്റെ ജന്മദിനമാണ് നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്സ് ഡേ ആയി ആചരിക്കുന്നത്. ഗുഡ് ഹെൽത്ത് ആൻഡ് വെൽ ബീയിങ് ആൻഡ് ജെൻഡർ ഇക്വാളിറ്റി എന്നതാണ് നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്സ് ഡേയുടെ തീം. 2020 ജൂണിൽ 2 തവണ സ്ഫോടനം സംഭവിച്ച മൗണ്ട് മെറാപ്പി അഗ്നിപർവ്വതം ഏത് രാജ്യത്തിലാണ്? ഇന്തോനേഷ്യ. അയർലൻഡിന്റെ പുതിയ പ്രൈം മിനിസ്റ്ററായി നിയമിക്കപ്പെട്ടതാര്? മൈക്കൽ മാർട്ടിൻ.
നാഷണൽ ജിയോഗ്രഫിക് ചാനൽ യൂണിയൻ മിനിസ്ട്രി ഓഫ് ഡ്രിങ്കിംഗ് വാട്ടറിന്റെ സഹകരണത്തോടെ റിലീസ് ചെയ്ത ചലച്ചിത്രം ഏത് കേന്ദ്ര ഗവൺമെന്റ് പദ്ധതിയെ കുറിച്ചാണ്? സ്വച്ഛ് ഭാരത് മിഷൻ. സ്വച്ഛ് ഭാരത് ഇന്ത്യാസ് സാനിറ്ററി റെവല്യൂഷൻ എന്നതാണ് ചലച്ചിത്രത്തിന്റെ പേര്. 2023 ഫിഫ വനിതാ വേൾഡ് കപ്പിന് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യങ്ങൾ: ഓസ്ട്രേലിയ, ന്യൂസിലൻഡ്. ഇന്ത്യയിൽ ആദ്യമായി തദ്ദേശീയമായി വികസിപ്പിച്ച ഏവിയേഷൻ മോണിറ്ററിംഗ് സിസ്റ്റം സ്ഥാപിതമായ എയർപോർട്ട്: ബംഗളൂരു എയർപോർട്ട്. 2019-2020 ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് നേടിയ ഫുട്ബോൾ ക്ലബ്: ലിവർപൂൾ. അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനം ജൂൺ 26. ബെറ്റർ നോളജ് ഫോർ ബെറ്റർ കെയർ എന്നതാണ് 2020 അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനത്തിന്റെ ആപ്തവാക്യം. മാർലിബൺ ക്രിക്കറ്റ് ക്ലബിന്റെ ആദ്യത്തെ വനിതാ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആര്? ക്ലെയർ കോണർ. 233 വർഷത്തെ പാരമ്പര്യമുള്ള മാർലിബൺ ക്രിക്കറ്റ് ക്ലബിന്റെ ചരിത്രത്തിൽ ആദ്യമായാണ് ഒരു വനിത പ്രസിഡന്റ് ആവുന്നത്. ഇന്ത്യക്ക് പുറത്ത് സ്ഥാപിതമായ ലോകത്തെ ആദ്യ യോഗ യൂണിവേഴ്സിറ്റി ഏത് രാജ്യത്താണ്? USA, ലോസ് ആഞ്ചലസ്. വിവേകാനന്ദ യോഗ യൂണിവേഴ്സിറ്റി എന്നതാണ് അതിന്റെ പേര്. ബേഡോ നാവിഗേഷൻ സാറ്റലൈറ്റ് ലോഞ്ച് ചെയ്ത രാജ്യം: ചൈന. ഇന്ത്യയിൽ ആദ്യമായി ഈ പഞ്ചായത്ത് പുരസ്കാരം നേടിയ സംസ്ഥാനം: ഹിമാചൽ പ്രദേശ്. പരമ്പരാഗത പുതുവത്സരാഘോഷമായ അഷാദി ബീജ് കൊണ്ടാടുന്ന സംസ്ഥാനം: ഗുജറാത്ത്. അടുത്തിടെ കേന്ദ്രമന്ത്രിസഭ അന്താരാഷ്ട്ര വിമാനത്താവളമായി അംഗീകരിച്ച കുഷിനഗർ വിമാനത്താവളം ഏത് സംസ്ഥാനത്തിലാണ്? ഉത്തർപ്രദേശ്. കേരളത്തിലെ ആദ്യത്തെ വെർച്വൽ കോർട്ട് ആരംഭിച്ചത് എവിടെ? എറണാകുളം. 2020 ഹൈഡ്രോളജി പ്രോജക്ട് റാങ്കിങ്ങിൽ കേരളത്തിന്റെ സ്ഥാനം 2. സിംബാബ്വേയിലേക്കുള്ള ഇന്ത്യയുടെ പുതിയ അംബാസഡർ: വിജയ് ഖാണ്ഡുജ. കോവിഡിന്റെ പശ്ചാത്തലത്തിൽ പുതിയ ആശയങ്ങളും വികസന മാതൃകകളും ഉൾക്കൊള്ളിച്ചുകൊണ്ട് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ആരംഭിച്ച തുടർ സംവാദ പരിപാടി: കേരള ഡയലോഗ്. KC വേണുഗോപാൽ രാജ്യസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടത് ഏത് സംസ്ഥാനത്ത് നിന്നാണ്? രാജസ്ഥാൻ. രാജ്യസഭയിൽ ഇപ്പോൾ ആകെ 13 മലയാളികളാണുള്ളത്. KSRTC കോവിഡ് ബോധവൽക്കരണത്തിന്റെ ഭാഗമായി നിർമ്മിച്ച ഹ്രസ്വചിത്രം: തിരിച്ചറിവ്. സെർബിയയുടെ പ്രസിഡന്റായി വീണ്ടും നിയമിതനായത്: അലക്സാണ്ടർ വുക്കിൻ. കോവിഡ്-19 പ്രഖ്യാപനം നടന്നതിനു ശേഷം തിരഞ്ഞെടുപ്പ് നടന്ന ആദ്യ യൂറോപ്യൻ രാജ്യം സെർബിയയാണ്. സംസ്ഥാനത്ത് കുട്ടികളുടെ അശ്ലീല ദൃശ്യങ്ങൾ പ്രചരിപ്പിക്കുന്നവരെ കണ്ടെത്താൻ വേണ്ടിയുള്ള കേരള പോലീസ് നടത്തുന്ന റെയ്ഡ്: ഓപ്പറേഷൻ പി ഹണ്ട് 20.1. കേന്ദ്ര ആരോഗ്യമന്ത്രി ഹർഷവർദ്ധനൻ പുറത്തിറക്കിയ ഇന്ത്യൻ റെഡ് ക്രോസ് സൊസൈറ്റിയും മൊബൈൽ ആപ്ലിക്കേഷൻ: ഇ ബ്ലഡ് സർവീസസ്. ജനങ്ങൾക്ക് മിതമായ നിരക്കിൽ ഭക്ഷണം ലഭ്യമാക്കാൻ ഇന്ദിര രസോജ് യോജന ആരംഭിച്ച സംസ്ഥാനം: രാജസ്ഥാൻ. ട്രാൻസ്ജെൻഡേഴ്സ് അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കാനും അവകാശങ്ങൾക്കുമായി രൂപീകരിച്ച സംഘടന DTFK, ഡെമോക്രാറ്റിക് ട്രാൻസ്ജെൻഡർ ഫെഡറേഷൻ ഓഫ് കേരള. 2020 SSLC ഫലം അറിയാൻ വേണ്ടിയുള്ള മൊബൈൽ ആപ്ലിക്കേഷൻ: സഫലം.
കേരള സംസ്ഥാന ബാലാവകാശ സംരക്ഷണ കമ്മീഷന്റെ പുതിയ ചെയർപേഴ്സൺ KV മനോജ് കുമാർ. എല്ലാ ഗ്രാമീണ ഭവനങ്ങളിലും 5 വർഷം കൊണ്ട് കുടിവെള്ള കണക്ഷൻ നൽകാൻ ലക്ഷ്യമിട്ട് കേന്ദ്ര സർക്കാരുമായി ചേർന്ന് കേരളത്തിൽ നടപ്പിലാക്കുന്ന പദ്ധതി ജലജീവൻ. ഏറ്റവും പുതിയ കണക്കുകൾ പ്രകാരം ലോകത്തിലെ ഏറ്റവും വേഗതയുള്ള സൂപ്പർ കമ്പ്യൂട്ടർ ഫുഗാക്കു, ജപ്പാൻ. 2020 ജൂണിൽ എത്ര ചൈനീസ് ആപ്പുകളാണ് കേന്ദ്ര സർക്കാർ ഇന്ത്യയിൽ നിരോധിച്ചത്? 59. IT ആക്ട് സെക്ഷൻ 69A പ്രകാരമാണ് ടിക്ടോക്ക് ഉൾപ്പെടെയുള്ള ആപ്പുകൾ ഇന്ത്യ നിരോധിച്ചത്. 3 വയസ്സ് മുതൽ 6 വയസ്സുവരെയുള്ള കുട്ടികൾക്കായി മാനസികോല്ലാസത്തിന് വിക്ടേഴ്സ് ചാനൽ ആരംഭിക്കുന്ന പുതിയ പരിപാടി കിളിക്കൊഞ്ചൽ. വേൾഡ് UFO ഡേ ജൂലൈ 2. പാകിസ്ഥാൻ സൈന്യത്തിന്റെ ലഫ്റ്റനന്റ് ജനറലായി സ്ഥാനക്കയറ്റം ലഭിച്ച ആദ്യ വനിത നിഗർ ജോഹർ. പ്രവാസികളുടെ പുനരധിവാസത്തിനായി കേരള സർക്കാർ നടപ്പിലാക്കാൻ തീരുമാനിച്ച പദ്ധതി ഡ്രീം കേരള. ആദ്യ PC മെഹലനോബിസ് അവാർഡ് ജേതാവായ മുൻ RBI ഗവർണർ C രംഗരാജൻ. 2020 കോമൺവെൽത്ത് ചെറുകഥാ പുരസ്കാര ജേതാവായ ഇന്ത്യൻ എഴുത്തുകാരി കൃതിക പാണ്ഡെ. ഇത്തരം കറണ്ട് അഫയേഴ്സ് വീഡിയോകൾ ഇനിയും ലഭിക്കുന്നതിനായി ഞങ്ങളുടെ ചാനൽ എത്രയും പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടണും ക്ലിക്ക് ചെയ്യുക.